ദൈവജനമേ ഉണർന്ന് പ്രാർത്ഥിക്കുക. ഇതാ അക്രമങ്ങൾ പൊട്ടിപ്പുറപ്പെടുന്നു. ഇതാ ദൈവമക്കളുടെ ഇടയിലേക്ക് പീഡനങ്ങൾ അഴിച്ചുവിടുന്നു. ഇതാ ക്രിസ്തുവിന് വേണ്ടി അനേകർ രക്തസാക്ഷികളായി മാറിക്കൊണ്ടിരിക്കുന്നു. ക്രിസ്ത്യാനികളെ കൊല്ലണം, ബലാത്സംഗം ചെയ്യണം, അവരെ ആക്രമിക്കണം. ഛത്തീസ്ഗഡിലെ തീവ്ര ഹിന്ദുത്വവാദിയായ ഇൻഫ്ലുവൻസർ ആദേശ് സ്വാനിയുടെ പ്രഖ്യാപനമാണിത്. ക്രിസ്ത്യാനികളെ ആക്രമിക്കാനും ബലാത്സംഗം ചെയ്യാനും കൊല്ലാനും ആഹ്വാനം ചെയ്ത് ഛത്തീസ്ഗഡിലെ തീവ്ര ഹിന്ദുത്വവാദിയായ ഇൻഫ്ലുവൻസർ ഛത്തീസ്ഗഡിലെ ആദേശ് സ്വാനി തന്റെ സോഷ്യൽ മീഡിയയിലൂടെയായിരുന്നു സ്വാനിയുടെ ആഹ്വാനം. വ്യാപകമായി പ്രചരിച്ച ഒരു വീഡിയോയിൽ ക്രിസ്ത്യൻ പുരുഷന്മാരെ കൊലപ്പെടുത്താനും സ്ത്രീകളെയും കുട്ടികളെയും ബലാത്സംഗം ചെയ്യാനും വസ്ത്രമുരിഞ്ഞെടുക്കാനും പരസ്യമായി അപമാനിക്കാനും കൊല്ലാനും സ്വാനി ആഹ്വാനം ചെയ്യുന്നു. എല്ലാ ക്രിസ്ത്യാനികളെയും കൊല്ലുക, അവരുടെ പെൺമക്കളുടെയും മരുമക്കളുടെയും മാനം തകർക്കുക, അവരെ ബലാത്സംഗം ചെയ്യുക, ക്രിസ്ത്യൻ വീടുകളിൽ ബലമായി കയറി ആരെയും വെറുതെ വിടാതെ എല്ലാവരെയും നശിപ്പിക്കണം, എല്ലാവരെയും കൊന്നൊടുക്കണം. ഇതായിരിക്കണം നമ്മുടെ പദ്ധതി. ആദേശ് സ്വാനി സോഷ്യൽ മീഡിയയിൽ പ്രഖ്യാപിച്ച വാക്കുകളാണിത്. തനിക്ക് ഭരണകൂടത്തിന്റെ പിന്തുണയുണ്ടെന്ന് അവകാശപ്പെട്ടായിരുന്നു ഇയാളുടെ ആക്രമണത്തിന്റെ ആഹ്വാനം നടത്തിയത്. എനിക്ക് ഭരണകൂടത്തിന്റെ പിന്തുണ ലഭിച്ചു, എനിക്ക് അത് മതി, സോണി അവകാശപ്പെടുകയാണ്. ഛത്തീസ്ഗഡിലെ ബിഷ്രാംപൂർ, ഗണേഷ്പൂർ, കനക്പൂർ എന്നീ ഗ്രാമങ്ങളിലുടനീളം ക്രിസ്ത്യാനികളെ ആക്രമിക്കാനും ബലാത്സംഗം ചെയ്യുവാനും കൊല്ലണമെന്നുമാണ് പ്രാദേശിക ഹിന്ദുത്വ നേതാവും സോഷ്യൽ മീഡിയ സ്വാധീനമുള്ളയാളുമായ ആദേശ് സ്വാനിയുടെ ആഹ്വാനം. ക്രിസ്തുമത വിശ്വാസികൾ മതപരിവർത്തനം നടത്തി കുട്ടികളെ ബ്രെയിൻ വാഷ് ചെയ്യുന്നുവെന്ന് ആരോപിച്ചായിരുന്നു ആക്രമണ ആഹ്വാനം ആദേശ് സ്വാനി അഴിച്ചുവിട്ടത്. 2025 മാർച്ച് 1 ഈ ആക്രമണം നടക്കുമെന്നും ആക്രമണത്തിനായി കുറഞ്ഞത് 50,000 പേരെയെങ്കിലും അണിനിരത്തണമെന്നും സ്വാനി തന്റെ അനുയായികളോട് ആഹ്വാനം ചെയ്തു. ക്രിസ്ത്യൻ കുടുംബങ്ങളെ ലക്ഷ്യം വെക്കണമെന്നും അവരുടെ വിശ്വാസത്തിന്റെ ഒരടയാളം പോലും ഈ മേഖലയിൽ ഉണ്ടാവരുതെന്നും അതെല്ലാം തുടച്ചു നീക്കണമെന്നും സ്വാനി പ്രസ്താവിച്ചു. തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ ശങ്കരാചാര്യ അവിമുക്തേശ്വരാനന്ദ സരസ്വതി പ്രയാഗ് രാജിൽ നടത്തിയ പ്രസംഗത്തെക്കുറിച്ചും സ്വാനി പരാമർശിച്ചു. ഹിന്ദുക്കൾ എല്ലാ ക്രിസ്ത്യാനികളെയും കൊല്ലണം, ആരെയും വെറുതെ വിടരുത് എന്ന് പ്രയാഗ് രാജിൽ വെച്ച് സരസ്വതി പ്രസംഗിച്ചിരുന്നു. നമ്മുടെ മാതാവായ പശുവിനെ കൊല്ലുന്നവരെ കൊല്ലൂ, പശുവിനെ കൊല്ലുന്നവർക്ക് വധശിക്ഷ ആവശ്യപ്പെടരുത്, അവരെ കൊന്ന് നിങ്ങൾ വധശിക്ഷ ആവശ്യപ്പെടുക, നിയമം പ്രാബല്യത്തിൽ വരുന്നതുവരെ കാത്തിരിക്കരുത്. അവിമുക്തേശ്വരാനന്ദ 1000 ഹിന്ദുക്കളോട് ആഹ്വാനം ചെയ്തു. ഇന്ത്യയിലെ ഛത്തീസ്ഗഡിൽ നിന്നുള്ള സ്വയം പ്രഖ്യാപിത ലൈഫ് കോച്ച്, കമ്മ്യൂണിക്കേഷൻ ട്രെയിനർ, കവി, എഴുത്തുകാരൻ എന്നീ നിലകളിൽ അറിയപ്പെടുന്ന ആദേശ് സ്വാനി ക്രിസ്ത്യൻ സമൂഹത്തിനെതിരായ അപകടകരവും പ്രകോപനകരവുമായ പ്രസ്താവനകളിലൂടെയാണ് കുപ്രസിദ്ധി നേടിയത്. ഈ വാർത്ത പുറത്തുവിട്ടിരിക്കുന്നത് ടോൾ ന്യൂസ് ആണ്. ഈ വാർത്ത കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ ദൈവമക്കളോടും പറയട്ടെ, ഇത് ഉറങ്ങി ആശ്വസിക്കേണ്ട സമയമല്ല, ഇത് ഉണർന്ന് പ്രാർത്ഥിക്കേണ്ട സമയമാണ്. ഒരു ഭാഗത്ത് പിശാച് അവന്റെ പൂർവാധികം ശക്തിയോടുകൂടെ അനേകരെ വീഴ്ത്തിക്കളയുകയും അനേക അക്രമങ്ങൾ അടിച്ചുവിടുകയും അനേകരെ കൊന്നുമുടിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു. ഞാനും നിങ്ങളും ഈ ഭൂമിയിൽ സുരക്ഷിതരാണോ? ചിന്തിച്ചു നോക്കൂ. ഇന്ത്യ എന്ന രാജ്യം മതേതരത്വ രാജ്യമെന്നറിയപ്പെടുമ്പോഴും ഏതു മതം സ്വീകരിക്കാനും സ്വീകരിച്ച മതത്തിന്റെ നിയമപ്രകാരം ജീവിക്കാനും ഈ മണ്ണിൽ അവകാശമുണ്ടെന്ന് പറയുമ്പോഴും ഇതാ യേശു ക്രിസ്തുവിന് വേണ്ടി നിൽക്കുന്ന അനേകരെ തല്ലിക്കൊല്ലുകയും പള്ളികൾ അടിച്ചു തകർക്കുകയും അക്രമങ്ങൾ അഴിച്ചുവിടുകയും ചെയ്യുന്നു. വീണ്ടും പറയട്ടെ, ഇത് ഉറങ്ങി ആശ്വസിക്കാനുള്ള സമയമല്ല. ഇന്നിത് ഛത്തീസ്ഗഡിൽ നടക്കുന്ന കാര്യമാണെങ്കിൽ നാളെ നമ്മളായിരിക്കുന്ന ഇടത്തും ഇതുപോലെയുള്ള കാര്യങ്ങൾ സംഭവിക്കും. നമ്മളെല്ലാവരും പ്രാർത്ഥിക്കാറുണ്ട്. നമ്മുടെ പ്രാർത്ഥനയൊന്ന് ശ്രദ്ധിച്ചു നോക്കൂ. 4 ചുവരുകൾക്കുള്ളിൽ മാത്രമല്ലേ നമ്മുടെ പ്രാർത്ഥനകൾ ഒതുങ്ങി നിൽക്കുന്നത്? ഞാനും എന്റെ ഭാര്യയും കുഞ്ഞും, എന്റെ സമ്പത്ത്, എന്റെ ആലയം, എന്റെ വിശ്വാസികൾ, എന്റെ പാസ്റ്റർ, ഇത്രയൊക്കെയാണ് നമ്മുടെ പ്രാർത്ഥനയ്ക്കകത്തുള്ളത്. എന്നാൽ പരിധികളുടെ വേലികളെ പൊളിക്കേണ്ട സമയം കഴിഞ്ഞു. 4 ചുവരിനകത്ത് നമ്മുടെ പ്രാർത്ഥനകൾ ഒതുങ്ങരുത്. സ്വന്തം നാടും വീടും വിട്ട് സ്വന്തക്കാരെയും ചാർച്ചക്കാരെയും സമ്പത്തും എല്ലാം വിട്ടെറിഞ്ഞ് ദൈവരാജ്യത്തിന്റെ മഹത്വത്തിനായി ദൈവമേൽപ്പിച്ച ആ വലിയ വേലയ്ക്ക് വേണ്ടി നോർത്ത് ഇന്ത്യയിലും മറ്റിടങ്ങളിലും വളരെ ത്യാഗത്തോടുകൂടെ ദൈവവേല ചെയ്യുന്ന പാസ്റ്റർമാരുണ്ട്, അവരുടെ കുടുംബങ്ങളുണ്ട്. അവരുടെ ഇടയിൽ ഇന്ന് അവർ അനുഭവിക്കുന്ന വേദനകൾ ഭയങ്കരമാണ്. അതിൽ പലരും ഇന്ന് രക്തസാക്ഷികളായി മാറി. നമ്മളൊക്കെ നല്ല തട്ടിട്ട വീട്ടിൽ കിടന്ന് സുഖച്ചുറങ്ങുമ്പോൾ പാർക്കാൻ നല്ല പാർപ്പിടമില്ലാതെ, കുടിക്കാൻ നല്ല വെള്ളമില്ലാതെ, കഴിക്കാൻ നല്ല ആഹാരമില്ലാതെ ദൈവരാജ്യത്തിന്റെ ഭാരിച്ച ഉത്തരവാദിത്വം തോളിലേറ്റി രാവും പകലുമില്ലാതെ ഓടി അധ്വാനിക്കുന്ന അനേക മിഷണറി കുടുംബങ്ങളുണ്ട്. അവർക്ക് വേണ്ടി ഒരു വാക്കെങ്കിലും പ്രാർത്ഥിക്കാൻ ഞാനും നിങ്ങളും ബാധ്യസ്ഥരാണ്. എന്റെ മക്കൾ അനുഗ്രഹിക്കപ്പെടണം, എന്റെ കുടുംബം അനുഗ്രഹിക്കപ്പെടണം, എനിക്ക് കാറ് വേണം, എനിക്ക് വീട് വേണം. ഇതെല്ലാം പ്രാർത്ഥിക്കുമ്പോഴും നമ്മൾ മറന്നുപോകുന്നു ദൈവരാജ്യത്തിന് വേണ്ടി ഓടുന്ന അനേക ദൈവമക്കളെ. അവർക്ക് വേണ്ടി ഒരു വാക്ക് പ്രാർത്ഥിക്കാൻ നമ്മൾ കടപ്പെട്ടിരിക്കുന്നു. ദൈവജനമേ, ഉണർന്ന് പ്രാർത്ഥിക്കുക. ഇതാ ക്രിസ്തുവിന് വേണ്ടി അനേക രക്തസാക്ഷികളായി മാറിക്കൊണ്ടിരിക്കുന്നു.
മാറിക്കൊണ്ടിരിക്കുന്നു. ഛത്തീസ്ഗഡിൽ നടന്ന മറ്റൊരു സംഭവം. ഈ ഫെബ്രുവരി മാസം 10-ാം തീയതി 25 വയസ്സ് പ്രായമുള്ള ഒരു ചെറുപ്പക്കാരന്റെ നേരെ സുവിശേഷ വിരോധികൾ വധഭീഷണി മുഴക്കി. എന്നാൽ വധഭീഷണിയെ വകവയ്ക്കാതെ അവൻ ഈ ഫെബ്രുവരി മാസം 11-ാം തീയതി ബൈബിളുമായി ആലയത്തിൽ പോയി തിരിച്ചു വരുന്ന വഴിക്ക് സുവിശേഷ വിരോധികൾ വളഞ്ഞിട്ടവനെ തല്ലി കൊന്നുകളഞ്ഞു. വളരെ സങ്കടകരമായ വാർത്ത. അവനെ കൊല്ലാൻ അണിനിരന്നത് സുവിശേഷ വിരോധികൾ മാത്രമല്ല, അവന്റെ സ്വന്തം കുടുംബത്തിലുള്ള ചിലരും കൂടെ ചേർന്നാണ് അവനെ തല്ലി കൊന്നുകളഞ്ഞത്. അവൻ ചെയ്ത കുറ്റം ബാങ്ക് കൊള്ളയടിച്ചതല്ല, കഷായം കൊടുത്ത് ആരെയോ കൊന്നതുമല്ല, മോഷ്ടിച്ചതിനുമല്ല. ഒരേ ഒരു കാരണം, അവൻ യേശുവിനെ ആരാധിച്ചു. നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ ഇവിടെ ഈ അക്രമങ്ങൾ കുറയുമെന്ന്? നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ ക്രിസ്ത്യാനിക്കെതിരെയുള്ള പീഡന കുറയുമെന്ന്? ഒരിക്കലുമില്ല. അത് സംഭവിക്കാൻ പോകുന്നില്ല. ഏതൊക്കെ ഭരണകൂടങ്ങൾ മാറിയും തിരിഞ്ഞും ഭരിച്ചാലും, ആരൊക്കെ നേതൃസ്ഥാനത്തിൽ കയറി നിന്നാലും ദൈവമക്കൾക്കെതിരെയുള്ള പീഡനങ്ങൾ കുറയുവാൻ പോകുന്നില്ല. ഇത് അനുദിനം വർദ്ധിച്ചുകൊണ്ട് യിരിക്കും. അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, എന്റെ നാമനിമിത്തം എല്ലാവരും നിങ്ങളെ പകയ്ക്കും. അന്ന് അവർ നിങ്ങളെ ഉപദ്രവത്തിന് ഏൽപ്പിക്കുകയും കൊല്ലുകയും ചെയ്യും. എന്റെ നാമനിമിത്തം സകല ജാതികളും നിങ്ങളെ പകയ്ക്കും. എന്നിട്ട് യേശു പറഞ്ഞ മറ്റൊരു പദമുണ്ട്. യോഹന്നാൻ സുവിശേഷത്തിൽ ഇങ്ങനെ വായിക്കുന്നു, ലോകം നിങ്ങളെ പകയ്ക്കുന്നു എങ്കിൽ അത് നിങ്ങൾക്ക് മുൻപേ എന്നെ പകച്ചിരിക്കുന്നു എന്നറിവിൻ. അതേ പ്രിയരെ, നമ്മളായിരിക്കുന്ന ഒരു വല്ലാത്ത കാലഘട്ടത്തിലാണ്. ഒരു ഭാഗത്ത് ശക്തമായ ഉണർവുകൾ സംഭവിക്കുമ്പോഴും മറ്റൊരു ഭാഗത്ത് പിശാച് അവന്റെ ആവുന്ന ശക്തിയിൽ ആഞ്ഞിടിച്ചുകൊണ്ടിരിക്കുന്നു. പീഡനങ്ങൾ അഴിച്ചുവിടുന്നു, അക്രമങ്ങൾ പെരുകിക്കൊണ്ടിരിക്കുന്നു, അനേക രക്തസാക്ഷികളായി മാറിക്കൊണ്ടിരിക്കുന്നു. ഉണരുക, പ്രാർത്ഥിക്കുക. നമ്മുടെ പ്രാർത്ഥന അനേക ദൈവദാസന്മാർക്ക് കരുത്തായി മാറും, അനേകർക്ക് വിടുതലിന് കാരണമായി മാറും. വേദപുസ്തകം പറയുന്നു, പത്രോസ് എന്ന് പറയുന്ന മനുഷ്യനെ പിടിച്ച് കാരാഗൃഹത്തിനകത്തിട്ടു നാളെ നിന്നെ കൊല്ലുമെന്ന് പറഞ്ഞ് തേച്ചുരച്ച് വാളിന് മൂർച്ച കൂട്ടിക്കൊണ്ടിരിക്കുമ്പോൾ സഭ ഒരു കൂട്ടം മാറിയിരുന്ന് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. ആ രാത്രിയിൽ ദൈവത്തിന്റെ ദൂതൻ കാരാഗൃഹത്തിനകത്തേക്ക് ഇറങ്ങി വന്നു, പത്രോസിനെ പുറത്തു കൊണ്ടുവന്നു. ഉണരുക, പ്രാർത്ഥിക്കുക. യേശു ശിഷ്യന്മാരെ പറഞ്ഞയക്കുമ്പോൾ ഇങ്ങനെയാണ് പറഞ്ഞത്, ചെന്നായ്ക്കളുടെ നടുവിൽ ആടിനെ പോലെ നിങ്ങളെ അയക്കുന്നു. ആകയാൽ നിങ്ങൾ പാമ്പിനെ പോലെ ബുദ്ധിയുള്ളവരും പ്രാവിനെ പോലെ കളങ്കമില്ലാത്തവരുമായിരിപ്പിൻ. എന്നിട്ട് പ്രത്യേകിച്ച് പറഞ്ഞൊരു കാര്യമുണ്ട്, മനുഷ്യരെ സൂക്ഷിച്ചുകൊള്ളുവിൻ. അവർ നിങ്ങളെ ന്യായാധിപ സഭകളിൽ ഏൽപ്പിക്കുകയും തങ്ങളുടെ പള്ളികളിൽ വെച്ച് ചമ്മട്ട് കൊണ്ടടിക്കുകയും എന്റെ നിമിത്തം നാടുവാഴികൾക്കും രാജാക്കന്മാർക്കും മുൻപിൽ കൊണ്ടുപോകുകയും ചെയ്യും. അതെ, അതെല്ലാം ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഞാനും എന്റെ കുടുംബവും എന്റെ മക്കളും എന്റെ സമ്പത്തും എന്റെ കണ്ണെത്തുന്ന ദൂരത്തുള്ള പ്രാർത്ഥനകൾ മാത്രമല്ല ഇനി നമുക്ക് വേണ്ടത്. ഓരോ ദൈവമക്കളും ഒരു മിനിറ്റെങ്കിലും നമ്മുടെ രാജ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. ഈ ലോകത്തിൽ താമസിക്കുന്ന സകല ദൈവമക്കൾക്കായി പ്രാർത്ഥിക്കണം. പിശാച് അവന്റെ തന്ത്രം ഉപയോഗിച്ച് നേതാക്കന്മാരെ കയ്യിലെടുക്കുമ്പോൾ, അവരിൽ കൂടെ അക്രമങ്ങൾ അഴിച്ചുവിടുമ്പോൾ സഭ ഉണരുക, പരിധികളുടെ കൂടുകളെ പൊളിക്കുക, പ്രാർത്ഥിക്കുക. ദൈവം അത്ഭുതങ്ങളെ ചെയ്യട്ടെ.